എവരിവൺ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ. അതിൻ്റെ ഒരു Q&A സെഷനാണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിരുന്നു. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പ് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ കാണുക, പാർട്ട് 1 കാണുക, അതിനുശേഷം മാത്രം പാർട്ട് 2 കാണുക. ഇനിയും ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിംഗപ്പൂരിൽ എൻറോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, പക്ഷേ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് 2017 ശേഷമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലോ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് 2017 ശേഷമാണ്. അവർ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ ആണോ? ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ അല്ല. കാരണം RN എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് കൗണ്ട് ചെയ്യുക. EN എക്സ്പീരിയൻസ്, അതായത് എൻറോൾ നഴ്സിൻ്റെ എക്സ്പീരിയൻസ് അത്ര കൗണ്ട് ചെയ്യില്ല. സോ നിങ്ങൾ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് 2017 ശേഷമാണെങ്കിലും നിങ്ങൾ സിംഗപ്പൂരിൽ എൻറോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എക്സാമിനേഷനായ OBA അല്ലെങ്കിൽ NCLEX ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. വേറൊരു പോസിബിലിറ്റി ഉള്ളത്, EN ആയിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ അത് RN ആയിട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ ആ ഒരു സമയത്ത് ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുവഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ വിത്തൗട്ട് എക്സാമിനേഷൻ എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിംഗപ്പൂരിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്, 2017 ശേഷമാണ് BSc കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിംഗപ്പൂരിലെ RN എക്സ്പീരിയൻസ് 2017 ശേഷമാണ്. അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് വേണം? ഡെഫിനറ്റ്ലി വേണം. സിംഗപ്പൂരിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആപ്ര രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് നിർബന്ധമാണ്. ആപ്രയുടെ റിക്വയർമെൻറ്റിൽ അങ്ങനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് റെഗുലറായിട്ട് കുറച്ച് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നഴ്സസ് ചോദിക്കാറുള്ളതാണ്, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ. ഇപ്പം BSc നഴ്സിംഗ് പഠിച്ചു, അവർ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് അവരുടെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 2016 ഡിസംബറോ വല്ലതും ആയിരിക്കും. റിസൾട്ട് ചില കാൻഡിഡേറ്റ്സിന് റിസൾട്ട് വന്നതും 2016 എൻഡിലായിരിക്കും. പക്ഷേ ഇവർ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് 2017 അങ്ങനെയുള്ളവർ ന്യൂ പാത്വേക്ക് എലിജിബിൾ ആണോ? അവർ വർക്ക് ചെയ്യുന്നത് UK, അയർലൻഡ്, കാനഡ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ഈ ഒരു പ്രൊഫൈലാണെങ്കിൽ എലിജിബിൾ ആണോ? അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് 100% കൺഫർമേഷൻ തരാനായിട്ട് സാധിക്കില്ല. കാരണം ഇങ്ങനത്തെ ഒത്തിരി പ്രൊഫൈൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ഡയറക്റ്റ് പാത്വേ വഴി രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടാറില്ല. അവർക്ക് OBAയുടെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് കേസ് മാനേജർ പറയാറുണ്ട്. സോ നമുക്ക് ഓരോ പ്രൊഫൈലും നോക്കി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള പ്രൊഫൈൽസ് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഡെസ്മ ഇന്റർനാഷണൽ ഈ ഒരു കാറ്റഗറി ഓഫ് നഴ്സസിനെ നമ്മൾ റിസ്കി പ്രൊഫൈൽസ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ റിസ്കി പ്രൊഫൈൽസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ ഒരു നഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും എമൗണ്ട് നമ്മൾ വാങ്ങിക്കാറില്ല. ചെറിയൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്യും. എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാലൻസ് എമൗണ്ട് പേ ചെയ്താൽ മതിയാവും. സോ റിസ്കി പ്രൊഫൈൽസ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കത് എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് പറയാൻ പറ്റുകയുള്ളൂ. സോ ക്ലാരിഫിക്കേഷൻ ഈ ഒരു കാര്യത്തിൽ 100% നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യത്തിൽ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അതുവഴി റിസ്കി പ്രൊഫൈൽസിൻ്റെ ആ ഒരു ഫോർമാലിറ്റി വഴി ഡെസ്മ ത്രൂ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട്, എല്ലാവർക്കും അറിയേണ്ടത് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണമെന്നാണ്. ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ആപ്ര പറയുന്നത് ഈ പറഞ്ഞ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വേണ്ട, എന്നിരുന്നാലും അവരുടെ ആദ്യത്തെ സ്കോർ ഈ പറഞ്ഞ കൺട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന സ്കോർ ആപ്ര അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് എലിജിബിൾ ആണെങ്കിൽ അത് വേവ് ഓഫ് ചെയ്ത് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ രണ്ടാമത് എഴുതാനായിട്ട് പറയും. അതിൻ്റെയും കൺഫർമേഷൻ നമുക്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആപ്ര കേസ് മാനേജറുടെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റും വരേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പോസ്റ്റ് BSc 2017 ശേഷമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ കൺട്രിയിൽ വർക്ക് ചെയ്യാണ്, അവർ എലിജിബിൾ ആണോ? ഡെഫിനറ്റ്ലി യെസ്. പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തത് 2017 ജനുവരിക്ക് ശേഷമാണെങ്കിൽ നിങ്ങളും ഓസ്ട്രേലിയയുടെ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. UK, അയർലൻഡ്, കാനഡ, സിംഗപ്പൂർ, US, സ്പെയിൻ ഈ കൺട്രീസിൽ RN ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പോസ്റ്റ് BScയും 2017 ശേഷമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ പറഞ്ഞ കൺട്രിയിലെ എക്സ്പീരിയൻസും 2017 ശേഷമാണെങ്കിൽ നിങ്ങൾക്കും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും വിതൗട്ട് എക്സാമിനേഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കേസിൽ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സിന് ആപ്ര രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ബട്ട് ചില കാൻഡിഡേറ്റ്സിന് ആപ്ര അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾക്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില നഴ്സസിന് മെന്റൽ ഹെൽത്ത് ഓസ്കിയൊക്കെ ആയിരിക്കും അവർ ഇപ്പോൾ UK വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഓസ്കിയൊക്കെ ആയിരിക്കും അവർ ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ കാര്യം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. റിസ്കി പ്രൊഫൈൽ ആ ഒരു ടാഗ് ലൈനിൻ്റെ അണ്ടറിലാണ് ഡെസ്മ വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2017 ശേഷമാണ് GCAN കംപ്ലീറ്റ് ചെയ്തത്. ഓസ്ട്രേലിയയുടെ ഒരു കോഴ്സാണ് GCAN. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. GNM 2017 മുമ്പായിരുന്നു, ലൈക്ക് ഒരു 2010 or 14 ആയിരുന്നു. അതിനുശേഷം GCAN ചെയ്തു. പിന്നെ ഈ പറഞ്ഞ കൺട്രീസിൽ 2017 ശേഷമാണ് RN എക്സ്പീരിയൻസ് ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയിലൂടെ ലൈസൻസ് കിട്ടും, ഷുവർ ആയിട്ടും കിട്ടും. കാരണം അവരുടെ ആ ഒരു എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പം ഇയർ ഓഫ് കംപ്ലീഷൻ 2017 അല്ലെങ്കിൽ അതിന് ശേഷമാണ് വരുന്നതെങ്കിലും എക്സ്പീരിയൻസും അതിന് ശേഷമാണെങ്കിൽ അവർക്കും ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയിലൂടെ രജിസ്ട്രേഷൻ കിട്ടും. UK, അയർലൻഡ്, കാനഡ, സിംഗപ്പൂർ, സ്പെയിൻ ഇവിടെ എവിടെയെങ്കിലും RN ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം, GCAN കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, BSc കംപ്ലീറ്റ് ചെയ്തത് 2010 or 2017 മുമ്പാണ്. ഈ പറഞ്ഞ കൺട്രീസിൽ 2017 ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയുള്ളവർ GCAN ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ആവും. അത് പോസിബിൾ അല്ല. കാരണം നിങ്ങളുടെ മെയിൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ആണ്. ആ ബാച്ചിലർ ഓഫ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് 2017 മുമ്പാണെങ്കിൽ നിങ്ങൾ GCAN എടുത്തിട്ട് പിന്നെ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ആപ്ര ഡിസിഷൻ നോ ആണ് തരിക. ഇൻ കേസ് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓൾറെഡി GCAN കംപ്ലീറ്റഡ് ആണ്, BSc ആണ്, 2017 ബാക്കി റിക്വയർമെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസ്കി പ്രൊഫൈലിൻ്റെ ആ ഒരു ടാഗ് ലൈനിലേക്ക് മാറ്റി നിങ്ങൾക്കും ഓസ്ട്രേലിയൻ്റെ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ ഡെസ്മ ഇന്റർനാഷണൽ ത്രൂ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 2017 മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്താണ് ഓപ്ഷൻ? അവർക്ക് ഓസ്ട്രേലിയയുടെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക തന്നെ വേണം. NCLEX-Rന് മോസ്കിയും പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് വേവ് ഓഫ് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് റെഗുലറായിട്ട് വരുന്നതാണ്, ന്യൂസിലൻഡിൽ ഇതുപോലൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നല്ലോ, അത് സ്റ്റോപ്പായോ? അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ വഴി എക്സാമിനേഷൻ ഇല്ലാതെ ന്യൂസിലൻഡിലെ ലൈസൻസ് കിട്ടുമോ? സിംഗപ്പൂർ, UK, അയർലൻഡ്, കാനഡ, US ഇവിടേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ന്യൂസിലൻഡിൽ എക്സാമിനേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു പാത്വേ വഴി ലൈസൻസ് എടുത്തിട്ട് പിന്നെ അത് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ന്യൂസിലൻഡിലെ ഈ ഒരു പാത്വേ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. ന്യൂസിലൻഡിൽ ഇപ്പം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ, ഈ പറഞ്ഞ കൺട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ന്യൂസിലൻഡിൻ്റെ IQN തിയറി ആൻഡ് ഓസ്കി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഇത് മാൻഡേറ്ററി ആണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു എക്സെപ്ഷൻ കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് വേവ് ഓഫ് ചെയ്ത് കൊടുക്കും. UK-ലോ അയർലൻഡിലോ ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് വേവ് ഓഫ് ചെയ്ത് കൊടുക്കും. ബട്ട് ബാക്കി 2 എക്സാമിനേഷനായ IQN തിയറി ആൻഡ് ഓസ്കി മാൻഡേറ്ററി ആണ്. ഈ ഒരു കേസ് സിംഗപ്പൂരിൻ്റെ നഴ്സസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവർ ലാംഗ്വേജ് ടെസ്റ്റ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് വേറെ ഒരു കാര്യത്തിലും എക്സെപ്ഷൻ കിട്ടില്ല. IQN തിയറി വേണം, ഓസ്കി വേണം, ലാംഗ്വേജ് ടെസ്റ്റ് വേണം. ഇതുവരെയുള്ള എല്ലാ ഡൗട്ട്സുകളും ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ Q&A സെഷൻ പോലെയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കാണുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.